വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് രഹസ്യമൊഴി നൽകി. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി നൽകിയത്. ലൈംഗികാധിക്ഷേപ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനകം കൊച്ചിയിലെത്തിക്കും. ബോബി ചെമ്മണ്ണൂരിനെതിരായ നടപടിയിൽ മുഖ്യമന്ത്രിക്കും പോലീസിനും ഒപ്പം നിന്നവർക്കും ഹണി റോസ് നന്ദി പറഞ്ഞു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, പ്രധാനമായും രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നടി രഹസ്യമൊഴി നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലെത്തിക്കും. ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരായ പരാതിയിൽ രഹസ്യമൊഴി നൽകി. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് അല്പസമയം മുൻപ് രഹസ്യമൊഴി നൽകിയത്. അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളത്തേക്ക് എത്തിക്കുകയാണ്. വയനാട്ടിൽ നിന്നാണ് ഇന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹത്തെ കുറച്ചു മുൻപ് അദ്ദേഹം തൃശ്ശൂരിലെത്തിയിരുന്നു, പാലിയേക്കര ടോളിലെത്തിയിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം എറണാകുളത്ത് എത്തിക്കും. അതിനുശേഷം ചോദ്യം ചെയ്യലുണ്ടാകും. പിന്നീട് അടുത്ത നടപടികളിലേക്ക് പോകും. കോടതിയിൽ ഹാജരാക്കുക, അതായത് മാജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങൾ. പിന്നീട് എന്താകും എന്നുള്ളത്, ഒരുപക്ഷെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ജയിലിലേക്ക് മാറ്റേണ്ടി വരും. ആ തരത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാവുകയായിരുന്നു. ഹണി റോസ് നൽകിയ പരാതി നൽകി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് കേസെടുക്കുന്നു. പിന്നീട് ഇന്ന് വളരെ വിദഗ്ധമായി ചടുലമായ നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. കേരള പോലീസും ഭാഗത്തു നിന്ന് ഉണ്ടായ ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു കാര്യം എന്ന തരത്തിലേക്ക് തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. ബോബി ചെമ്മണ്ണൂർ കേരളം വിടാനുള്ള ഒരു ആലോചനയിലായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ അതിനിടെ പുറത്തു വന്നു. എന്നാൽ അതിനൊന്നും ഇട നൽകാതെ വളരെ വിദഗ്ധമായി തന്നെ പോലീസ് വയനാട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പിടികൂടുകയായിരുന്നു. വിഷ്ണു, ഇപ്പോൾ അശ്വിൻ പാലാഴിയാണുള്ളത്. അശ്വിൻ, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഹണി റോസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു മാജിസ്ട്രേറ്റ്. ഒപ്പം തന്നെ അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂർ എറണാകുളത്തേക്ക് എത്തിച്ചേരുകയാണ്. വിശദാംശങ്ങൾ. അനുജ, എന്തായാലും ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് സംഘം എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അങ്കമാലി കറുകുറ്റി കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. അതിനിടെയാണ് നിർണായകമായ രഹസ്യമൊഴി അല്പസമയം മുമ്പ് രേഖപ്പെടുത്തിയത്. ഹണി റോസിന്റെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് സംഘം ജില്ലാ കോടതിയിലേക്ക്, 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വിളിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന നടപടിക്രമങ്ങളായിരുന്നു കോടതിയിൽ ഉണ്ടായിരുന്നത്. രഹസ്യമൊഴിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരായ കൃത്യമായ കാര്യങ്ങൾ ഹണി റോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെയും അല്ലാതെയുമെല്ലാം അവർ വ്യക്തമായി പറഞ്ഞ, ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ മുതലുള്ള പല കാര്യങ്ങളും സംഭവവികാസങ്ങളും രഹസ്യമൊഴിയായി മജിസ്ട്രേറ്റിന് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു നടപടിക്രമം കൂടിയാണ് അല്പസമയം മുമ്പ് പൂർത്തിയായത്. എന്തായാലും ഇത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റ് തുടർ നടപടികളിലേക്ക് പോലീസ് അടക്കം കടക്കുക. എന്തായാലും ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് സംഘം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. ഇവിടെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരടക്കം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ നിലയിൽ എത്തിയിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത് ഈ രഹസ്യമൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും. അത്രത്തോളം നിർണായകമായൊരു നടപടിക്രമമാണ് പൂർത്തിയായത്. അനുജ. അശ്വിൻ, ഇപ്പോൾ അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂർ എത്തിച്ചേരും. പിന്നീട് ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ എങ്ങനെയാകും? അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മാജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ പിന്നീട് എന്തൊക്കെയാകും നടപടിക്രമങ്ങൾ ഇന്ന് സംഭവിക്കാൻ പോകുന്നത്? ഏറ്റവും പ്രധാനമായി ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതിനാണ് ആദ്യത്തെ നടപടിക്രമം. ഇതുവരെ കസ്റ്റഡിയിലാണ് ഇപ്പോഴും ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. അത് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷമായിരിക്കും ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അത് അടക്കമുള്ള നിരവധി നടപടിക്രമങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്താനുണ്ട്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യം ചെയ്യൽ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് നടക്കും. മജിസ്ട്രേറ്റ് ജാമ്യമില്ലാ വകുപ്പുകൾ ആയതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. കോടതി സമയം കഴിഞ്ഞാണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കേണ്ട ഒരു സാഹചര്യമാകും ഉണ്ടാവുക. എന്തായാലും അതടക്കം ഇന്ന് രാത്രി ഏറെ വൈകിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ നാളേക്ക് 24 മണിക്കൂർ ഒരാളെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അനുമതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളേക്ക് നടപടികൾ നീക്കുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പോലീസ് സംഘം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. അനുജൻ. ശരി, ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ടുള്ള പോലീസ് സംഘം അല്പസമയത്തിനകം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും.